ഇടുക്കിയിൽ വിശ്വാസ സംരക്ഷണ ജാഥയുടെ പന്തൽ തകർന്നു വീണു. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുകയാണ്. ജെയിൻ, വലിയ അപകടമാണോ? ആളുകളുണ്ടോ? മാധു, ആളുകൾക്ക് കാര്യമായി പരിക്കില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് 10:30-ക്കാണ് ഈ പരിപാടി നിശ്ചയിച്ചിരുന്നത്. അല്പസമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പന്തൽ നിറച്ച് ആളുകൾ ഉണ്ടായേനെ. എന്തായാലും അതിനു മുമ്പാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ഒരു ഭാഗ്യമെന്ന് തന്നെ പറയാൻ. പ്രവർത്തകരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു പേർ അതിന് കസേരകളിലുണ്ടായിരുന്നെങ്കിലും കാര്യമായി പരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 10:30-നാണ് ഈ പരിപാടി നിശ്ചയിച്ചിരുന്നത്. ബെന്നി ബെഹനാൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്ര, അതിൻ്റെ ഉദ്ഘാടനമാണ് നിശ്ചയിച്ചിരുന്നത്. ദീപാദാസ് മുൻഷിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പരിപാടി ഇവിടെ നടക്കാൻ ഇരിക്കുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും ഈ പന്തലിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഉറപ്പോടുകൂടിയല്ല ഈ പന്തൽ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരു കാറ്റോ മറ്റൊരു പ്രശ്നമോ ഇല്ലാതെ തന്നെ ഈ പന്തൽ ഇവിടെ തകർന്നു വീഴുകയായിരുന്നു. പ്രവർത്തകർക്ക് കാര്യമായി പരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പന്തൽ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന ജോലികൾ ഇവിടെ നടക്കുകയാണ്. മാധു, ജെയിൻ, 10:30-ക്കാണ് ഈ യോഗം തീരുമാനിച്ചിരുന്നത് അല്ലേ? തീർച്ചയായിട്ടും 10:30-ക്കാണ് ഈ യോഗം തീരുമാനിച്ചിരുന്നത്. കുറച്ച് പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. അത് എല്ലാവരും ഈ കസേരകളിലേക്ക് കയറി ഇരുന്നിരുന്നില്ല. കുറച്ച് പേർ മാത്രമാണ് ആ സ്റ്റേജിന്റെ മുൻവശത്ത് ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർക്ക് കാര്യമായി പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത് എന്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നത് ജെയിൻ? എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പെട്ടെന്ന് മാധു, കാര്യമായ ഒരു പ്രശ്നവും ഇല്ലാതെ തനിയെ തന്നെ ഈ പന്തല് ഒരു വശത്തേക്ക് ചെരിഞ്ഞ് മറിഞ്ഞു വീഴുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ, വളരെ സാവധാനത്തിലാണ് ഈ പന്തൽ വീണതെന്ന് പറയാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് തകർന്ന് താഴേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. മാധു, ഇത് ഏതെങ്കിലും ഒരു കാറ്റോ മറ്റെന്തെങ്കിലും പ്രശ്നമോ അല്ലാതെ തന്നെ ഈ പന്തലിന്റെ നിർമ്മാണത്തിലുണ്ടായ അപാകത തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാര്യമായിട്ടുള്ള ഒരു ഉറപ്പോട് കൂടി ആയിരുന്നില്ല ഈ പന്തൽ നിർമ്മിച്ചത്. അതാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ കാര്യമായ പരിക്കുകളല്ല. കാരണം ഈ പന്തൽ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ ഇരുമ്പ് ഗേഡർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ആ പന്തൽ പൊളിഞ്ഞ ആരെങ്കിലും ദേഹത്തേക്ക് പതിച്ചിരുന്നെങ്കിൽ, ആ വലിയ കമ്പികൾ ദേഹത്തേക്ക് പതിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗുരുതരമായ പരിക്കേൽക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യകരം എന്ന് തന്നെ പറയാം, അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ആദ്യഘട്ടത്തിൽ തന്നെ കുറെ പേർ പുറത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവര് വളരെ പെട്ടെന്ന് തന്നെ ഈ പന്തലിന്റെ മുൻവശം ഉയർത്തി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ആർക്കും കാര്യമായി പരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മോത്തി, ഈ പെട്ടെന്നൊരു മഴയുടെ പ്രവചനമൊക്കെ ഉണ്ടായത് കൊണ്ടാണോ ഈ പന്തൽ കെട്ടാനുള്ള തീരുമാനം ഉണ്ടായത്? അങ്ങനെ പെട്ടെന്ന് പടുത്തുയർത്തിയ ഒരു പന്തലാണോ? തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ. കാരണം ഈ പകൽ സമയത്ത് ഒരുപക്ഷെ ഇന്ന് ഇടുക്കി ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. എറണാകുളം ജില്ലയിൽ സമാനമായിട്ടുള്ള മഴ മുന്നറിയിപ്പുണ്ട്. ഈ പരിപാടി നടക്കുന്നത് മൂവാറ്റുപുഴയിലാണ്, എറണാകുളം ജില്ലയുടെ ഭാഗമാണ്. അപ്പം ഒരുപക്ഷെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ട് പെട്ടെന്ന് പന്തൽ പണിതാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഉറപ്പുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം കാര്യമായ ഒരു കാറ്റോ മറ്റൊന്നും ഇല്ലാതെ തന്നെ ഈ പന്തൽ പെട്ടെന്ന് മറിഞ്ഞു വീഴുകയായിരുന്നു. ഇത് ഈ പന്തലിട്ടിരിക്കുന്ന ഈ മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ മുറ്റം, അത് ഇന്റർലോക്ക് വിരിച്ച ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ തൂണുകളൊക്കെ കൃത്യമായി ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം എന്നും തോന്നുന്നു. പല സ്ഥലത്തും ഈ താങ്ങൊക്കെ കൊടുത്തിരുന്നെങ്കിലും അതിന് മതിയായ ഉറപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് ആവശ്യത്തിനുള്ള ഉറപ്പോടുകൂടിയല്ല ഈ പന്തൽ നിർമ്മിച്ചത്. അത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് മാധു മനസ്സിലാക്കുന്നത്. എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള ആളുകൾക്ക് പരിക്കില്ല എന്നുള്ളതാണ്. കുറച്ച് സമയോടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പരിപാടി ഇപ്പോൾ ആരംഭിച്ചതിന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അൻവർ സാദത്ത് MLA ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നേരത്തെ
എൽദോസ് കുന്നപ്പള്ളി ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരിൽ ചിലർ മാത്രമാണ് ഈ പന്തൽ വേദിക്ക് മുന്നിലെ ഈ പന്തലിലേക്ക് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ മുൻവശത്ത് കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷേ അവർക്കാർക്കും പരിക്കില്ലാതെ തന്നെ രക്ഷപ്പെട്ടു. കാരണം ഈ പന്തൽ മറിഞ്ഞു വീണ ഉടൻ തന്നെ ഒരു വലിയ ശബ്ദത്തോടു കൂടിയാണ് ഈ പന്തൽ മറിഞ്ഞു വീണത്. നമ്മൾ ആ സമയം ഈ മുറ്റത്തുണ്ടായിരുന്നു. നമ്മൾ സമീപത്ത് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ പന്തൽ വലിയ ശബ്ദത്തോടു കൂടി തന്നെ നിലംപതിക്കുകയാണ് ഉണ്ടായത്. മുൻവശത്ത് ആളുകളുണ്ടായിരുന്നു. അവരെ പെട്ടെന്ന് ഈ മുൻവശത്തെ പന്തലിന്റെ ഒരു ഭാഗം ഉയർത്തി അവരെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. ശരി, ജയനസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്. മൂവാറ്റുപുഴയിൽ ബെനി ബെഹനാൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥയുടെ ഉദ്ഘാടന സമ്മേളനം അതിനുവേണ്ടി ക്രമീകരിച്ചിരുന്ന പന്തലാണ് പൊളിഞ്ഞു വീണത്. പര്യാപ്തമായ ബലമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെ ആശ്വാസകരമായ കാര്യം ആർക്കും ഗുരുതരമായ പരിക്കില്ല എന്നുള്ളതാണ്. 10:30-ക്കാണ് ഈ യോഗം ആരംഭിക്കാനിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും ഈ പന്തലിനുള്ളിലേക്ക് കയറിയിരുന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവാവുകയാണ് ഉണ്ടായത്.